ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് എന്താണെന്നാണ് ഇന്ന് പഠിക്കുന്നത്. ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വിവിധ തരം പ്ലാന്റ്സ് ഉണ്ട്, അത് ഏതൊക്കെയാണെന്നാണ് ഇന്ന് പഠിക്കുന്നത്. അപ്പം ബേസ്ഡ് ഓൺ ദ യൂസ് ആൻഡ് ലെങ്ത് ഓഫ് പ്ലാനിംഗ് പീരിയഡ്, പ്ലാന്റ്സ് ആർ ഡിവൈഡഡ് ഇൻടു ടു ടൈപ്സ്. സിംഗിൾ യൂസ് പ്ലാന്റ്സ് അഥവാ അഡ്ഹോക് പ്ലാന്റ്സും സ്റ്റാൻഡിംഗ് പ്ലാന്റ്സ് അഥവാ മൾട്ടി യൂസ് പ്ലാന്റ്സും. പ്ലാനിന്റെ ഉപയോഗത്തിന്റെയും കാലയളവിന്റെ അടിസ്ഥാനത്തിൽ പലതരങ്ങളായിട്ട് പ്ലാന്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തേതാണ് സിംഗിൾ യൂസ് പ്ലാന്റ്സ് അഥവാ അതിന് വേറൊരു പേരാണ് അഡ്ഹോക് പ്ലാന്റ്സ് എന്ന് പറയും. ADHOC അഡ്ഹോക് പ്ലാന്റ്സ് എന്ന്. സിംഗിൾ യൂസ് പ്ലാന്റിന്റെ വേറൊരു പേരാണ് അഡ്ഹോക് പ്ലാന്റ്സ്. രണ്ടാമത്തെ തരാണ് സ്റ്റാൻഡിംഗ് പ്ലാന്റ്സ് അഥവാ മൾട്ടി യൂസ് പ്ലാന്റ്സ്. ഇത് രണ്ടുമാണ് പ്ലാനിങ്ങിന്റെ ഉപയോഗത്തിന്റെയും കാലയളവിന്റെയും അടിസ്ഥാനത്തിൽ പ്ലാനിനെ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ യൂസ് ആൻഡ് ലെങ്ത് ഓഫ് പ്ലാനിംഗ് പീരിയഡിന്റെ ബേസ് ചെയ്ത് plants are divided into two types. They are single use plants or ad hoc plants, standing plants or multi use plants. Single use plants ന്റെ മലയാളത്തിൽ എങ്ങനെ പറയുക? ഏക ഉപയോഗ പ്ലാനുകൾ. സിംഗിൾ യൂസ് എന്ന് പറഞ്ഞാൽ ഏക ഉപയോഗ പ്ലാനുകൾ. മൾട്ടി യൂസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വിവിധ ഉപയോഗ പ്ലാനുകൾ. അപ്പം സിംഗിൾ യൂസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഏക ഉപയോഗ പ്ലാനുകൾ. മൾട്ടി യൂസ് പ്ലാന്റ്സ് അഥവാ സ്റ്റാൻഡിംഗ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ വിവിധ ഉപയോഗ പ്ലാനുകൾ. അപ്പം ഈ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകും ഇതിന്റെ എന്താണ് ഇതിന്റെ ഫീച്ചേഴ്സ് അല്ലെ ഇതിന്റെ അർത്ഥം എന്താണെന്നൊക്കെ നമുക്ക് ഈ പേരിൽ നിന്ന് തന്നെ മനസ്സിലാകും. അപ്പൊ നമുക്ക് ആദ്യം സിംഗിൾ യൂസ് പ്ലാൻ എന്താണെന്ന് നോക്കാം. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് പറഞ്ഞാൽ ഏക ഉപയോഗ പ്ലാനുകൾ അഥവാ അഡ്ഹോക് പ്ലാന്റ്സ്. ADHOC അഡ്ഹോക് പ്ലാന്റ്സ് എന്താണെന്ന് നോക്കാം. സിംഗിൾ യൂസ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാനുള്ളതാണ് സിംഗിൾ യൂസ് പ്ലാന്റ്സ്. അത് ടെമ്പററി ആണ്, എന്ന് വെച്ചാൽ താൽക്കാലികമായിട്ടുള്ള പ്ലാനുകളാണ്. ഒറ്റ പ്രാവശ്യം അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അവർക്ക് തുടർച്ച ഉണ്ടാകത്തില്ല. എന്ന് വെച്ചാൽ ഒരു തവണ യൂസ് ചെയ്തു, അത് കഴിയുമ്പോൾ അത് നിർത്തി, അത്രേ ഉള്ളൂ. അല്ലാതെ അത് തുടർച്ചയായിട്ട് അത് പിന്നെയും പിന്നെയും വേറെ വേറെ കാര്യങ്ങൾക്ക് യൂസ് ചെയ്യത്തില്ല. അപ്പൊ ഒരു പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പ്രസക്തി തീർന്നു. അങ്ങനെയുള്ള പ്ലാന്റ്സ് ആണ് സിംഗിൾ യൂസ് പ്ലാന്റ്സ്. സിംഗിൾ യൂസ് പ്ലാൻ is developed for one time event or project. Such a course of action is not likely to be repeated in future. The duration of such plan may depend upon type of project, may be for one day, a week or a month, such as organizing an event, a seminar, a conference, etc. Single-use plans include budgets and policies. But single-use plans എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ തവണ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുന്ന പ്ലാനുകളാണ് സിംഗിൾ യൂസ് പ്ലാൻസ്. ഇതിന് കണ്ടിന്യൂവേഷൻ ഉണ്ടാവത്തില്ല, എന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ ഉണ്ടാവത്തില്ല ഫ്യൂച്ചറിൽ. അത് നോൺ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ്, അതിന് റിപ്പീറ്റേഷൻ ഉണ്ടാവത്തില്ല. ആൻഡ് അതിന്റെ ഡ്യൂറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പം ആ സിംഗിൾ യൂസ് പ്ലാൻസ് ഒരു ദിവസത്തേക്ക് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും, ചിലപ്പോൾ ഒരു മാസത്തേക്കായിരിക്കും, ചിലപ്പോൾ ഒരാഴ്ചത്തേക്കായിരിക്കും. പക്ഷെ അതൊരു സിംഗിൾ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രം, സിംഗിൾ യൂസിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതാണ് സിംഗിൾ യൂസ് പ്ലാൻസ്. ഒരു ഇവന്റിനോ ഒരു സെമിനാറിനോ ഒരു കോൺഫറൻസിനോ ഒക്കെ ഓർഗനൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന പ്ലാൻ ആണ് സിംഗിൾ യൂസ് പ്ലാനിൽ പറയുക. ഈ ഒരു പർട്ടിക്കുലർ ഇവന്റ് അഥവാ കോൺഫറൻസ് അല്ലെ സെമിനാർ ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരിടത്തും ഈ പ്ലാനിന് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ പ്ലാൻ സിംഗിൾ യൂസ് ആണ്, ഒറ്റ തവണ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഏതെങ്കിലും ഒരു ഇവന്റിനോ സെമിനാറിനോ കോൺഫറൻസിനോ ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന പ്ലാൻസ് ആണ് സിംഗിൾ യൂസ് പ്ലാൻസ്. അപ്പം ഇനി ഒറ്റ തവണ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നതുകൊണ്ട് തന്നെ ഇതിന് പറയുന്നതാണ് സിംഗിൾ യൂസ് പ്ലാൻസ്. അപ്പം ഇതിന്റെ എക്സാമ്പിൾസ് ആണ് പ്രോഗ്രാംസും ബഡ്ജറ്റ്സും ഒക്കെ. ഇതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് എക്സാമിനൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കും. എക്സാമ്പിൾസ് ഓഫ് സിംഗിൾ യൂസ് പ്ലാൻസ്. സിംഗിൾ യൂസ് പ്ലാൻസിന്റെ എക്സാമ്പിൾസ് ആണ് പ്രോഗ്രാംസും ബഡ്ജറ്റ്സും. പ്രോഗ്രാംസ്, ബഡ്ജറ്റ്സ് അത് രണ്ടും സിംഗിൾ യൂസ് പ്ലാൻസിന്റെ എക്സാമ്പിൾസ് ആണ്. സിംഗിൾ യൂസ് പ്ലാൻ എന്ന് വെച്ചാൽ ഒരു പ്രാവശ്യം മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന താൽക്കാലികമായിട്ടുള്ള പ്ലാനുകളാണ്. അത് റിപ്പീറ്റേറ്റീവ് അല്ല നേച്ചർ, എന്ന് വെച്ചാൽ അത് തുടർച്ച ഉണ്ടാവുകയില്ല. അപ്പൊ അതാണ് സിംഗിൾ യൂസ് പ്ലാൻസ്. സിംഗിൾ യൂസ് പ്ലാൻസ് ആർ ഡെവലപ്ഡ് ഫോർ വൺ ടൈം യൂസ് എന്നാണ് സിംഗിൾ യൂസ് പ്ലാൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റ ഉപയോഗം പ്ലാനുകളാണ് സിംഗിൾ യൂസ് പ്ലാൻസ്. അതിനെ അഡ്ഹോക് പ്ലാൻസ് എന്ന് പറയാറുണ്ട്. സിംഗിൾ യൂസ് പ്ലാൻസ് ഓർ അഡ്ഹോക് പ്ലാൻസ് എന്നാണ് പറയുക. അതിന്റെ മലയാള അർത്ഥാണ് ഏക ഉപയോഗ പ്ലാനുകൾ. അതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് ചോദിച്ചാൽ എഴുതാൻ പറ്റുന്നത് പ്രോഗ്രാംസും ബഡ്ജറ്റ്സും ആണ് സിംഗിൾ യൂസ് പ്ലാൻസിന്റെ എക്സാമ്പിൾസ്. അപ്പൊ നമ്മൾ പഠിച്ചു പ്ലാൻസ് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്, സിംഗിൾ യൂസ് പ്ലാൻസും സ്റ്റാൻഡിംഗ് പ്ലാൻസും. ഇനി സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ വേറൊരു പേരാണ് മൾട്ടി യൂസ് പ്ലാൻസ്. എന്ന് വെച്ചാൽ വിവിധ ഉപയോഗ പ്ലാനുകളാണ്.
വിവിധ ഉപയോഗ പ്ലാനുകളിൽ തന്നെ നമുക്ക് മനസ്സിലാകാവുന്നതേ ഉള്ളൂ. ഈ സിംഗിൾ യൂസ് പ്ലാന്റ്സിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് സ്റ്റാൻഡിംഗ് പ്ലാന്റ്സ് അഥവാ മൾട്ടി യൂസ് പ്ലാന്റ്സ്. ആവർത്തിച്ച് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് സ്റ്റാൻഡിംഗ് പ്ലാന്റ്സ്. അപ്പം സ്റ്റാൻഡിംഗ് പ്ലാന്റ് is used for activities that occur regularly over a period of time. It is usually developed once but is modified from time to time to meet business needs as required. Standing plans include policies, procedure, methods and rules. അപ്പം സ്റ്റാൻഡിംഗ് പ്ലാൻസിൽ അത് ഒരു standing plans are used repeatedly in situations of similar nature. They are long term in nature. അപ്പം long term നേച്ചറിലേക്ക് ഒരു റിപ്പീറ്റഡ്ലി ഉപയോഗിക്കാൻ പറ്റുന്ന പ്ലാന്റ്സ് ആണ് സ്റ്റാൻഡിംഗ് പ്ലാന്റ്സിൽ പറയുക. അത് റിപ്പീറ്റേറ്റീവ് ആണ് ഇൻ നേച്ചർ. സിംഗിൾ യൂസ് പ്ലാന്റ്സ് നോൺ റിപ്പീറ്റേറ്റീവ് ആയിരുന്നു, പിന്നെ ഒരിക്കലും നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ സ്റ്റാൻഡിംഗ് പ്ലാന്റ്സ് റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാൻ പറ്റും. അത് റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആയിരിക്കും, അത് ലോങ് ടേം ഇൻ നേച്ചറും ആയിരിക്കും. അത് നമുക്ക് തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കാം എത്ര നാൾ വേണമെങ്കിലും. അപ്പം ദേ ആർ മെയ്ഡ് ടു അച്ചീവ് യൂണിഫോമിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് എഫേർട്സ്. അപ്പം ഒരു ബിസിനസ് ഫേമിനെ സംബന്ധിച്ചാണ് ഒരു ബിസിനസ് ഫേമിൽ യൂണിഫോമിറ്റിയും യൂണിറ്റിയും ഒക്കെ എൻഷുർ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്ലാൻസ് ആണ് സിംഗിൾ യൂസ് സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയുക. ഒരു ബിസിനസ് ഫേമിന്റെ യൂണിഫോമിറ്റിയും യൂണിറ്റിയും ഒക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാൻസ് ആണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ് അഥവാ മൾട്ടി യൂസ് പ്ലാൻസ്. ഇറ്റ് ഈസ് ടു എൻഷുർ ദാറ്റ് ഇന്റേണൽ ഓപ്പറേഷൻസ് ഓഫ് ആൻ ഓർഗനൈസേഷൻ റൺ സ്മൂത്ത്ലി. അപ്പം സ്റ്റാൻഡിംഗ് പ്ലാൻസ് ഉപയോഗിച്ച് നമ്മളുടെ ഒരു ബിസിനസിന്റെ ഇന്റേണൽ ഓപ്പറേഷൻസ് നന്നായിട്ട് നടക്കുന്നുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്ലാൻസ് ആണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. ഈ പ്ലാൻസ് നമ്മൾ ഒരു പ്രാവശ്യം ഡെവലപ്പ് ചെയ്യും, പിന്നീട് എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തണമെങ്കിൽ അത് വരുത്തിയിട്ട് അത് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആർ യൂസ്ഡ് ഫോർ ആക്ടിവിറ്റീസ് ദാറ്റ് ഒക്കർ റെഗുലർലി ഓവർ എ പീരീഡ് ഓഫ് ടൈം. സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിക്കുന്ന റിപ്പീറ്റേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുന്ന പ്ലാൻസിനെയാണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറയുക. അത് റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ്, ലോങ് ടേം ഇൻ നേച്ചർ ആണ്. അത് ഒന്ന് നമ്മൾ ഡെവലപ്പ് ചെയ്യും, പിന്നെ അതിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് വേറെ സിറ്റുവേഷൻസിലൊക്കെ യൂസ് ചെയ്യുന്നതാണ് സ്റ്റാൻഡിംഗ് പ്ലാൻസ്. അപ്പം രണ്ട് തരം പ്ലാൻസ് ആണ് ഉള്ളത്, ഒന്ന് സിംഗിൾ യൂസ് പ്ലാൻസും ഒന്ന് സ്റ്റാൻഡിംഗ് പ്ലാൻസും. സിംഗിൾ യൂസ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ ഏക ഉപയോഗ പ്ലാനുകൾ. അത് ഒരു സ്പെസിഫിക് കാര്യത്തിന് മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ. ആ കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനെ ഉപയോഗിക്കത്തില്ല. അപ്പൊ അത് റിപ്പീറ്റേറ്റീവ് അല്ല, അത് നോൺ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ് സിംഗിൾ യൂസ് പ്ലാൻസ്. സ്റ്റാൻഡിംഗ് പ്ലാൻസ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റേറ്റീവ് ഇൻ നേച്ചർ ആണ്. അത് മൾട്ടി യൂസ് ചെയ്യും എന്ന് വെച്ചാൽ പലതവണ പല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യും. ഒന്ന് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തിയിട്ട് പിന്നെയും നമ്മൾ യൂസ് ചെയ്യുന്നതാണ് മൾട്ടി യൂസ് പ്ലാൻസ്. ഇതിൽ നമ്മൾ കാണുന്നത് ടൈപ്സ് ഓഫ് പ്ലാൻസ്. ടൈപ്സ് ഓഫ് പ്ലാനിനെ ബേസ് ചെയ്തിരിക്കുന്ന ബേസ്ഡ് ഓൺ യൂസ് ആൻഡ് ലെങ്ത് ഓഫ് പീരീഡിനനുസരിച്ച് സിംഗിൾ യൂസ് പ്ലാൻസും സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ യൂസ് പ്ലാൻസ് എന്താന്ന് നമ്മൾ കണ്ടു, സ്റ്റാൻഡിംഗ് പ്ലാൻസും ജസ്റ്റ് ഒന്ന് കണ്ടു. സിംഗിൾ യൂസ് പ്ലാൻസിന്റെ എക്സാമ്പിൾസ് ആണ് ബഡ്ജറ്റ്സും പ്രോഗ്രാംസും. സിംഗിൾ യൂസ് പ്ലാൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് ബഡ്ജറ്റ്സും പ്രോഗ്രാംസും. സ്റ്റാൻഡിംഗ് പ്ലാൻസിന്റെ അണ്ടറിൽ വരുന്നതാണ് പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾ. പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾ ഒക്കെ സ്റ്റാൻഡിംഗ് പ്ലാന്റെ എക്സാമ്പിൾ ആയിട്ട് ചോദിച്ചാൽ എഴുതേണ്ടതാണ്. യൂഷ്വലി കൂടുതലും ചോദിച്ചു കണ്ടിരിക്കുന്നത് സിംഗിൾ യൂസ് പ്ലാന്റെ എക്സാമ്പിൾ എന്താണെന്നാണ് ചോദിച്ചു കണ്ടിരിക്കുന്നത്. അങ്ങനെ സിംഗിൾ യൂസ് പ്ലാന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതേണ്ടത് പ്രോഗ്രാംസും ബഡ്ജറ്റ്സും ആണ് സിംഗിൾ യൂസ് പ്ലാൻസിന്റെ എക്സാമ്പിൾസ്. സ്റ്റാൻഡിംഗ് പ്ലാൻസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ എഴുതേണ്ടത് പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ്. ഇതൊക്കെയാണ് സ്റ്റാൻഡിംഗ് പ്ലാൻസിന്റെ എക്സാമ്പിൾസ്. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ. സിംഗിൾ യൂസ് പ്ലാൻസിന്റെ സ്റ്റാൻഡിംഗ് പ്ലാൻസിന്റെ ഒക്കെ എക്സാമ്പിൾ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം സിംഗിൾ യൂസ് പ്ലാന്റിന്റെ എക്സാമ്പിൾ ആണ് പ്രോഗ്രാംസും ബഡ്ജറ്റ്സും. സ്റ്റാൻഡിംഗ് പ്ലാൻസിന്റെ എക്സാമ്പിൾ ആണ് പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ്. എല്ലാം സ്റ്റാൻഡിംഗ് പ്ലാൻസിന്റെ എക്സാമ്പിൾ ആണ്. അടുത്തത് ടൈപ്സ് ഓഫ് പ്ലാൻസ്. ഇനിയും വേറെ കുറെ ടൈപ്സ് ഓഫ് പ്ലാൻസ് ഉണ്ട്. ബേസിക്കലി പറയുക, ഇപ്പൊ നമ്മൾ പഠിച്ചു പ്രോഗ്രാംസും ബഡ്ജറ്റ്സും സിംഗിൾ യൂസ് പ്ലാൻസ് ആണ് നമ്മൾ പഠിച്ചു. അതുപോലെ സ്റ്റാൻഡിംഗ് പ്ലാൻസ് ആണ് പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾ ഒക്കെ സ്റ്റാൻഡിംഗ് പ്ലാൻസിന്റെ അണ്ടറിൽ വരികയാണ്. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഒബ്ജക്റ്റീവ്സും സ്ട്രാറ്റജിയാണ്. ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ചില കേസസിൽ ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി ഒക്കെ സിംഗിൾ യൂസ് പ്ലാൻസിന്റെ അണ്ടറായിട്ട് വരും. ചില കേസസിൽ മൾട്ടി യൂസ് പ്ലാൻസിന്റെ അണ്ടറിലും വരുന്നതാണ് ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജീസ്.
അത് പ്രത്യേകിച്ച് ഒരു ഹെഡിന്റെ അണ്ടറിൽ പറയാൻ പറ്റത്തില്ല. അത് കേസസ് അനുസരിച്ച് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ചില സിറ്റുവേഷനിൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഒറ്റ യൂസിന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ഒക്കെ ആയിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ് ആയിരിക്കും നമ്മൾ ഫോം ചെയ്യുന്നത്. അതുകൊണ്ട് സ്ട്രാറ്റജീസും ഒബ്ജക്റ്റീവ്സും സിംഗിൾ യൂസ് പ്ലാൻസിന്റെ അടിയിൽ വരാം, സ്റ്റാൻഡിംഗ് പ്ലാൻസിന്റെ അടിയിൽ വരാം. അതുകൊണ്ട് നമ്മൾ എക്സാമിനൊക്കെ എഴുതുമ്പോൾ സിംഗിൾ യൂസ് പ്ലാൻസിന് എക്സാമ്പിൾ ചോദിച്ചാൽ പ്രോഗ്രാംസും ബഡ്ജറ്റ്സും മാത്രമേ എഴുതാവുള്ളൂ. സ്റ്റാൻഡിംഗ് പ്ലാൻസിന് എക്സാമ്പിൾ ചോദിച്ചാൽ പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ് ഇതൊക്കെ എഴുതാവുള്ളൂ. കാരണം ഒബ്ജക്റ്റീവും സ്ട്രാറ്റജീസും ചില കേസസ് അനുസരിച്ച് ഡിഫറെന്റ് ആയിരിക്കും. ചില കേസസിൽ അത് ഇതിൽ വരാം, സിംഗിൾ യൂസ് പ്ലാൻ ആയിട്ട് വരാം, ചില കേസിൽ സ്റ്റാൻഡിംഗ് പ്ലാൻ ആയിട്ടും വരാം. അതുകൊണ്ട് എക്സാമിന് ചോദിക്കുമ്പോൾ സിംഗിൾ യൂസ് പ്ലാൻ ആയിട്ട് എഴുതേണ്ടത് പ്രോഗ്രാംസും ബഡ്ജറ്റ്സും ആണ്. സ്റ്റാൻഡിംഗ് പ്ലാൻ ആയിട്ട് എഴുതേണ്ടത് പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ് ഒക്കെയാണ് സ്റ്റാൻഡിംഗ് പ്ലാൻ ആയിട്ട് എഴുതേണ്ടത്. ഇനി നമുക്ക് ഇതിൽ ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടു നോക്കാം. ഇപ്പം ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. നമ്മള് ടൈപ്സ് ഓഫ് പ്ലാൻ based on what plan seek to achieve എന്ന് വെച്ചാൽ പ്ലാനിങ് എന്നതുകൊണ്ട് എന്താണോ ലക്ഷ്യമിടുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തില് പ്ലാൻസിനെ തിരിച്ചേക്കുന്നതാണ് ഈ 8 രീതിയിൽ. യൂഷ്വലി ഇത് എക്സാമിന് ചോദിക്കുന്ന ഈ ടൈപ്സ് ഓഫ് പ്ലാനിൽ ഇത് എഴുതാൻ ചോദിക്കാറില്ല. യൂഷ്വലി ചോദിക്കുന്ന ഇതിൽ ഏതെങ്കിലുമൊക്കെ പോയിന്റ് എടുത്തിട്ട് ഒബ്ജക്റ്റീവ്സ് 2 മാർക്കിന് എന്താണ് എന്ന് ചോദിക്കും. മെത്തേഡ്സ്, ബഡ്ജറ്റ്സ് ഇതൊക്കെയാണ് മെയിൻലി ചോദിച്ചു കണ്ടേക്കുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ടത് പോളിസിയും ബഡ്ജറ്റും ഒക്കെയാണ്. പോളിസിയും ബഡ്ജറ്റും ഒക്കെ എക്സാമിന് കൂടുതൽ റിപ്പീറ്റഡ്ലി ചോദിച്ചു കണ്ടിട്ടുണ്ട്. പോളിസി എന്താണെന്ന് എഴുതാനും ബഡ്ജറ്റ് എന്താണെന്ന് എഴുതാനും ഒക്കെ. ഇത് എഴുതുമ്പോൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1-2 സെന്റൻസിൽ ഇത് എന്താണെന്ന് എഴുതിയിട്ട് ഒരു എക്സാമ്പിളോട് എഴുതിയാൽ സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പം ഇതില് ടൈപ്സ് ഓഫ് പ്ലാനില് മെയിൻലി പറയുന്നത് സിംഗിൾ യൂസ് പ്ലാനും സ്റ്റാൻഡിംഗ് പ്ലാൻസും ആണ്. അതിന്റെ അണ്ടറിൽ വരുന്നതാണ് ഈ ഒബ്ജക്റ്റീവ്, സ്ട്രാറ്റജി, പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂള്, പ്രോഗ്രാം, ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ഇതിൽ ഓരോന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ആദ്യം നമുക്ക് ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യങ്ങൾ. അപ്പം ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ കുറെ ഡിസ്കസ് ചെയ്തിരുന്നു. ഒബ്ജക്റ്റീവ്സ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഒബ്ജക്റ്റീവ് ആർ ദ ends towards which activity is aimed. ഒരു ആക്ടിവിറ്റി എന്തിലേക്കാണോ ലക്ഷ്യമിടുന്നത് അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. They are the results to be achieved. എന്തിലേക്കാണോ എത്തിച്ചേരേണ്ടത് അഥവാ എന്താണോ അച്ചീവ് ചെയ്യേണ്ടത് അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ എത്തിച്ചേരേണ്ടത്, അത് എന്താണ് നമ്മൾ എത്തേണ്ടത് അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. ഒബ്ജക്റ്റീവ്സ് ആർ ദ ഗോൾസ് ഓർ എയിംസ് ഓർ പർപ്പസ് ദാറ്റ് ദ ഓർഗനൈസേഷൻ വിഷസ് ടു അച്ചീവ്. ഒരു ഓർഗനൈസേഷൻ എന്താണോ അച്ചീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അഥവാ ലക്ഷ്യമിടുന്നത് അതാണ് അതിന്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. ഇപ്പൊ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ഇപ്പം ഒരു ഫേമിന്റെ ഒബ്ജക്റ്റീവ് സെയിൽസ് 10% ഇൻക്രീസ് ചെയ്യണമെന്നാവാം, അല്ലെങ്കിൽ പ്രോഫിറ്റ് 20% ഇൻക്രീസ് ചെയ്യണമെന്നാവാം. ഇപ്പൊ നിങ്ങൾക്കൊക്കെയാണ് ബോർഡ് എക്സാമിൽ നിങ്ങളുടെ ഒബ്ജക്റ്റീവ് ബോർഡ് എക്സാമിന് 90% കൂടുതൽ സ്കോർ ചെയ്യണമെന്നാവാം. അങ്ങനെ ഓരോന്നും ഒബ്ജക്റ്റീവ്സ് പല രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഒരു സ്കൂളിനെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ പിള്ളേർക്കും ഫുൾ നല്ല വിജയം ലഭിക്കണം, അതായിരിക്കും സ്കൂളിന്റെ ഒബ്ജക്റ്റീവ്. നന്നായിട്ട് പഠിപ്പിച്ച് എല്ലാവരും 100% സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ചെയ്യണം ഓരോ ക്ലാസ്സും എന്നായിരിക്കും സ്കൂളിന്റെ ഒബ്ജക്റ്റീവ്. അങ്ങനെ ഓരോ ഒബ്ജക്റ്റീവ്സ് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ആദ്യത്തേതാണ് ഒബ്ജക്റ്റീവ്സ്. ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആർ ദ ends towards which an activity is aimed. അല്ലെ they are the results to be achieved. എന്ത് റിസൾട്ട് ആണ് അച്ചീവ് ചെയ്യേണ്ടത്, ലൈക്ക് എന്തിലാണോ എത്തിച്ചേരേണ്ടത് അതാണ് ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുക. ഒബ്ജക്റ്റീവ്സ്. രണ്ടാമത്തത് സ്ട്രാറ്റജി. ഒബ്ജക്റ്റീവ്സ് ബേസിക്കലി ഇങ്ങനെ സിംഗിൾ യൂസ് പ്ലാനിന്റെ അണ്ടറിൽ വരുന്നതല്ല, സ്റ്റാൻഡിംഗ് പ്ലാനിലെ അണ്ടറിൽ വരുന്നതല്ല. അത് സിംഗിൾ യൂസ് പ്ലാനും അല്ല സ്റ്റാൻഡിംഗ് പ്ലാനും അല്ല, കാരണം അത് രണ്ടും ആകാൻ പറ്റും. അപ്പം രണ്ടാമത്തതാണ് സ്ട്രാറ്റജീസ്. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ. ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കുറെ സ്ട്രാറ്റജീസ് സെറ്റ് ചെയ്യും, അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന കുറെ തന്ത്രങ്ങളാണ് സ്ട്രാറ്റജീസ്. It is a comprehensive plan for accomplishing an organization's objectives by considering the business environment. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട്
അഥവാ ഒബ്ജക്റ്റീവ്സ് നേടാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് പ്ലാൻസ്, കുറച്ച് സമഗ്രമായ പ്ലാൻസ് ആണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. ഒരു ഓർഗനൈസേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് തന്ത്രങ്ങൾ, കുറച്ച് പ്ലാൻസ്, സമഗ്രമായ കുറച്ച് പ്ലാൻസിനെയാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുക. അപ്പം നമുക്കറിയാം ഈ മോഡേൺ ബിസിനസ് ഓർഗനൈസേഷൻ എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്ന ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള എൻവയോൺമെന്റിലാണ് അല്ലെ. അപ്പം ഈ മാർക്കറ്റ് കോമ്പറ്റീഷന്റെയും പ്ലാൻസുകളെല്ലാം ബേസ് ചെയ്തിരിക്കുന്നത് മാർക്കറ്റ് കോമ്പറ്റീറ്റേഴ്സിന്റെ പ്ലാൻസിനെ ബേസ് ചെയ്താണ് നമ്മൾ പ്ലാൻസ് ഒക്കെ എടുക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രാറ്റജീസ് ഉപയോഗിക്കും. അതിനാണ് സ്ട്രാറ്റജീസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ സെയിൽസ് പ്രൊമോഷൻ ഒക്കെ വേണ്ടിയിട്ട് ഓരോ കമ്പനിയും പല സ്ട്രാറ്റജീസ് സ്വീകരിക്കും. എന്ന് വെച്ചാൽ ഡിസ്കൗണ്ട് കൊടുക്കും, ഓഫേഴ്സ് കൊടുക്കും, ചിലപ്പോൾ സ്ക്രാച്ച് കാർഡ്സ് കൊടുക്കും, ഗിഫ്റ്റ് കൂപ്പൺസ് കൊടുക്കും, അഥവാ ഗിഫ്റ്റ് കൊടുക്കും. അങ്ങനെ പല സ്ട്രാറ്റജീസ് സെയിൽസ് പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ഓരോ കമ്പനീസ് യൂസ് ചെയ്യാറുണ്ട്. അപ്പം സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ കോംപ്രഹെൻസീവ് പ്ലാൻ ഫോർ അക്കംപ്ലിഷിംഗ് ആൻ ഓർഗനൈസേഷൻസ് ഒബ്ജക്റ്റീവ്സ് ബൈ കൺസിഡറിംഗ് ദി ബിസിനസ് എൻവയോൺമെന്റ്. ഒരു ബിസിനസ് എൻവയോൺമെന്റിനെ കൺസിഡർ ചെയ്തുകൊണ്ട് ഒരു ഫേമിന്റെ ഒബ്ജക്റ്റീവ് സാറ്റിസ്ഫൈ ചെയ്യാൻ, ഒരു ഫേമിന്റെ ഒബ്ജക്റ്റീവ്സ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പ്ലാൻസ് ആണ് സ്ട്രാറ്റജീസ് എന്ന് പറയുക. എക്സാമ്പിൾ ആയിട്ട് പറയുവാണ് ഡിസ്കൗണ്ട് സെയിൽ, സ്ക്രാച്ച് കൂപ്പൺ, ഗിഫ്റ്റ് ഫോർ കസ്റ്റമേഴ്സ് എക്സെട്ര are some of the strategies that can be adopted for sales promotion. സെയിൽസ് പ്രൊമോഷൻ ഒക്കെ വേണ്ടിയിട്ട് ഓരോ കമ്പനീസും പല സ്ട്രാറ്റജീസ് യൂസ് ചെയ്യും. അപ്പൊ അതിൽ ചില സ്ട്രാറ്റജീസ് ആണ് ഈ ഡിസ്കൗണ്ട്, ഓഫേഴ്സ് ഒക്കെ കൊടുക്കുക, സ്ക്രാച്ച് കാർഡ്സ് കൊടുക്കുക, ഗിഫ്റ്റ് കൂപ്പൺസ് കൊടുക്കുക, ഗിഫ്റ്റ് കൊടുക്കുക എന്നതൊക്കെ. Thus, strategies are the plans and actions for achieving the objectives of the organization. ഒരു ഓർഗനൈസേഷന്റെ ഒരു ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് പ്ലാൻസും ആക്ഷൻസും ഒക്കെയാണ് സ്ട്രാറ്റജീസിൽ പറയുക. ഇറ്റ് ഹാസ് 3 dimensions. ഒന്നാമത്തേത് ഡിറ്റർമൈനിങ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തേത് അഡോപ്റ്റിംഗ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ, മൂന്നാമത്തേത് അലോക്കേറ്റിംഗ് റിസോഴ്സസ് റിക്വയർഡ് ടു അച്ചീവ്. അപ്പൊ ഈ സ്ട്രാറ്റജീസിന് 3 ഡയമെൻഷൻസ് ഉണ്ട്. ഒന്നാമത്തേത് ഡിറ്റർമൈനിങ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്, എന്ന് വെച്ചാൽ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് തീരുമാനിക്കുക അഥവാ നോക്കുക, അതാണ് ആദ്യത്തേത്. രണ്ടാമത്തേത് അഡോപ്റ്റിംഗ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ. ഇപ്പൊ നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ സെയിൽസ് പ്രൊമോഷൻ ആണ് അവരുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. അപ്പൊ സെയിൽസ് പ്രൊമോഷൻ ആണ് അവരുടെ ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്. അഡോപ്റ്റിംഗ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഡിഫറെന്റ് കോഴ്സ് ഓഫ് ആക്ഷൻ പറഞ്ഞിട്ടുണ്ട്. ഡിസ്കൗണ്ട് സെയിൽ, സ്ക്രാച്ച് കൂപ്പൺസ്, ഗിഫ്റ്റ് ഫോർ കസ്റ്റമേഴ്സ്, ഇങ്ങനെ പല രീതിയിൽ ഏതാണ് പർട്ടിക്കുലർ ആയിട്ട് എടുക്കുന്ന ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ അഥവാ പർട്ടിക്കുലർ ആയിട്ട് എടുക്കുന്നത് ഏത് രീതിയിലാണ് എന്ന് നമ്മൾ തിരഞ്ഞെടുക്കുക. അതിപ്പം ഇപ്പൊ ഓഫർ കൊടുക്കാനാണ് നമ്മൾ പർട്ടിക്കുലർ ആയിട്ട് സെലക്ട് ചെയ്തതെങ്കിൽ ഓഫർ കൊടുക്കാൻ തീരുമാനിച്ചു. മൂന്നാമത്തത് അലോക്കേറ്റിംഗ് ദ റിസോഴ്സസ് റിക്വയർഡ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. അപ്പം ഈ ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നൊക്കെ കണ്ടുപിടിച്ച് ആ രീതിയിലുള്ള റിസോഴ്സസ് ഒക്കെ സെറ്റ് ചെയ്യുക, ഓഫർ കൊടുക്കാൻ വേണ്ടിയിട്ട് അതെല്ലാവരെയും അറിയിക്കുക. ഇതൊക്കെയാണ് മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുക. അപ്പം സ്ട്രാറ്റജീസിന് 3 ഡയമെൻഷൻ ഉണ്ട്. ഒന്നാമത്തത് ഡിറ്റർമൈനിങ് ലോങ് ടേം ഒബ്ജക്റ്റീവ്സ്, രണ്ടാമത്തത് അഡോപ്റ്റിംഗ് എ പർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ, മൂന്നാമത്തത് അലോക്കേറ്റിംഗ് ദ റിസോഴ്സസ് റിക്വയർഡ് ടു അച്ചീവ് ദ ഒബ്ജക്റ്റീവ്സ്. ഇതാണ് സ്ട്രാറ്റജീസിൽ പറയുക. സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് പ്ലാൻസ് അഥവാ ആക്ഷൻസിന് പറയുന്ന പേരാണ് സ്ട്രാറ്റജീസ്. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോളിസി അഥവാ നയം എന്ന് പറഞ്ഞാൽ, പോളിസി എന്ന് പറഞ്ഞാൽ നയങ്ങൾ എന്താണെന്നാണ് അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾ ഒക്കെ സ്റ്റാൻഡിംഗ് പ്ലാൻസിന്റെ ടൈപ്പ് ആയിട്ട് വരുന്നതാണ്. പോളിസി, പ്രൊസീജിയർ, മെത്തേഡ്, റൂൾസ്. ഇനി അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. പോളിസി എന്താണെന്ന് നമുക്ക് നോക്കാം. പോളിസി എന്ന് പറഞ്ഞാൽ നയങ്ങൾ. പോളിസി ഇറ്റ് ഈസ് എ ഗൈഡ് ലൈൻ ഇൻ ഡിസിഷൻ മേക്കിംഗ് ടു വേരിയസ് മാനേജേഴ്സ്. ഇറ്റ് ഡിഫൈൻസ് the limit within which decisions can be made. അപ്പം ഒരു സ്ഥാപനത്തിന്റെ അംഗങ്ങളെ ഡയറക്റ്റ് ചെയ്യുന്നതിന് അഥവാ ഡിസിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ജനറൽ ഗൈഡ് ലൈൻസ് ആണ് പോളിസി എന്ന് പറയുന്നത്. പോളിസീസ് ആർ ദ ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ഫോർ അച്ചീവിംഗ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് എ ഫേം. ഒരു ഫേമിന്റെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് ഡിസിഷൻ മേക്കിങ്ങിന് എടുക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് പോളിസീസ് എന്ന് പറയുക. അപ്പൊ ഒരു സ്ഥാപനത്തിന്റെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് പോളിസീസ് എന്ന് പറയുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം ഒരു കോളേജിന്റെ പോളിസി ആണെന്ന് വിചാരിച്ചോളൂ.
ഏറ്റവും കുറഞ്ഞത് 70% മാർക്കെങ്കിലും ഉള്ളവരെ മാത്രമേ അഡ്മിഷൻ കൊടുക്കുള്ളൂ എന്നതുള്ള ഒരു കോളേജിന്റെ തീരുമാനമാണ്. അപ്പൊ അതൊരു കോളേജിന്റെ പോളിസിയാണ്. ആ കോളേജിൽ അപ്പൊ 70% താഴെ മാർക്ക് കിട്ടുന്ന ആർക്കും അഡ്മിഷൻ കൊടുക്കത്തില്ല. അപ്പൊ അങ്ങനെ ഒരു കോളേജിന് അങ്ങനെ ഒരു പോളിസി വയ്ക്കാം. ഇപ്പം ഒരു കടയ്ക്കാണെങ്കിൽ ക്രെഡിറ്റിൽ സെയിൽ നടത്തത്തില്ല, ക്യാഷ് സെയിൽസ് മാത്രമേ അവർ പ്രൊമോട്ട് ചെയ്യുന്നുള്ളൂ. അതൊരു കടയുടെ പോളിസിയാണ്. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമുക്ക് പോളിസി വെക്കാം. ഇപ്പം എന്താ പറയുക, സെയിൽസ് ക്യാഷിന് മാത്രമേ സെയിൽസ് നടത്തുള്ളൂ, ക്രെഡിറ്റിൽ സെയിൽസ് നടത്തത്തില്ല. എന്ന് വെച്ചാൽ കടമായിട്ട് സെയിൽസ് നടത്തത്തില്ല, ക്യാഷിന് മാത്രമേ സെയിൽസ് നടത്തത്തുള്ളൂ എന്നൊക്കെയുള്ളത് ഒരു കടയുടെ പോളിസിയാണ്. അഥവാ ഇപ്പം സ്കൂളിനെയൊക്കെ സംബന്ധിച്ചാണെങ്കിൽ മെറിറ്റിൽ മാത്രമേ ആൾക്കാരെ എടുക്കുള്ളൂ എന്ന് പറയുന്നത് ഒരു സ്കൂളിന്റെ പോളിസിയാണ്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിൽ പ്രൊമോഷൻ ഇസ് ബേസ്ഡ് ഓൺ മെറിറ്റ് ഓൺലി എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ പോളിസിയാണ്. മെറിറ്റ് നോക്കി മാത്രമേ പ്രൊമോഷൻ കൊടുക്കുള്ളൂ എന്നത് ഒരു ഓർഗനൈസേഷന്റെ പോളിസി ആവാം. കോളേജസിലൊക്കെ 70% കുറഞ്ഞവരെ എടുക്കത്തില്ല. ഇപ്പം ചില ഇന്റർവ്യൂവിലൊക്കെ പറയും മിനിമം 55% ഉള്ളവർക്ക് മാത്രമേ അഡ്മിഷൻ കൊടുക്കുള്ളൂ എന്നൊക്കെ. അപ്പൊ അതൊക്കെ ഓരോ കോളേജിന്റെയും സ്കൂളിന്റെയും ഓർഗനൈസേഷന്റെയും ഒക്കെ പോളിസീസ് ആണ്. അപ്പം ഇതാണ് പോളിസി എന്ന് പറയുന്നത്. പോളിസി എന്ന് പറഞ്ഞാൽ ഗൈഡ് ലൈൻസ് ഇൻ ഡിസിഷൻ മേക്കിംഗ് ആണ് പോളിസി എന്ന് പറയുക. അത് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആയിരിക്കും പോളിസി എന്ന് പറയുക. പോളിസി എന്ന് പറഞ്ഞാൽ നയങ്ങൾ. ഇനി അടുത്തത് പ്രൊസീജിയേഴ്സ്. പ്രൊസീജിയേഴ്സ് എന്ന് പറഞ്ഞാൽ നടപടിക്രമങ്ങൾ എന്നാണ് മലയാളത്തിൽ പറയുക. പ്രൊസീജിയേഴ്സ് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? 10th പഠിക്കുമ്പോൾ നമ്മള് സയൻസ് ലാബിലൊക്കെ കയറണമെങ്കിൽ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യണം. കുറെ പ്രൊസീജിയർ ഒക്കെ കഴിഞ്ഞിട്ടേ കയറാൻ പറ്റുള്ളൂ, കുറെ പ്രൊസീജിയർ ഒക്കെ പഠിച്ചിട്ടേ കയറാൻ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ കുറെ ഉണ്ടായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി ലാബിലൊക്കെ കയറണമെങ്കിൽ കുറെ പ്രൊസീജിയേഴ്സ് ഒക്കെ പഠിക്കണമായിരുന്നു. അപ്പം ഒരു എക്സ്പെരിമെന്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഒരു പ്രൊസീജിയറിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രൊസീജിയർ ഡിഫൈൻ ദ എക്സാക്ട് മാനർ ഇൻ വിച്ച് വർക്ക് ഇസ് ടു ബി പെർഫോംഡ്. ഒരു വർക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ക്രോണോളജിക്കൽ ഓർഡറിൽ ഡിഫൈൻ ചെയ്യുന്നതാണ് പ്രൊസീജിയർ എന്ന് പറയുക. എന്ന് വെച്ചാൽ ഒരു വർക്ക് എങ്ങനെയാണോ ചെയ്യേണ്ടത് എന്ന് കൃത്യമായിട്ട് ഒന്ന് കഴിഞ്ഞ അടുത്തത് എന്ന് വെച്ചാൽ കാലക്രമത്തിൽ എങ്ങനെയാണോ ഒരു വർക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് പ്രൊസീജിയറിൽ പറയുക. എന്ന് വെച്ചാൽ ആദ്യം ഇത് ചെയ്ത് കഴിഞ്ഞിട്ടേ അടുത്തത് ചെയ്യാവുള്ളൂ. അങ്ങനെ കൃത്യമായിട്ടൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓർഡർ ഉണ്ടാവും. അതാണ് പ്രൊസീജിയറിൽ പറയുക. Procedure is a chronological order or step to be undertaken to enforce a policy. It is rigid. There is no possibility for deviation, flexibility. അപ്പൊ ഡീവിയേഷനും ഫ്ലെക്സിബിലിറ്റിയും ഒക്കെ തീരെ ചാൻസസ് കുറവാണ് ഈ പ്രൊസീജിയറിൽ. പ്രൊസീജിയർ ഇസ് എ ക്രോണോളജിക്കൽ ഓർഡറിൽ അഥവാ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ കണ്ടിന്യൂ ചെയ്തു പോകേണ്ട ഒരു പോളിസിയാണ് പ്രൊസീജിയർ എന്ന് പറയുക. പ്രൊസീജിയർ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുന്നോട്ട് പോകണം. അപ്പൊ അതിന് ഫ്ലെക്സിബിലിറ്റി തീരെ കുറവാണ്. കൃത്യം എങ്ങനെയാണോ എന്താണോ ചെയ്യേണ്ടത് അത് മാത്രമേ ഫോളോ ചെയ്യാൻ പാടുള്ളൂ. കൃത്യം നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. അതിൽ നിന്നൊരു ഡീവിയേഷനോ അതൊന്നും പാടില്ല. ഈ സയൻസ് ലാബിലൊക്കെ നമ്മൾ കയറിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൃത്യം പഠിച്ചിട്ട് പോകും. എങ്ങനെയാണോ ഓരോ എക്സ്പെരിമെന്റും ചെയ്യേണ്ടത്, അതിന്റെ പ്രൊസീജിയർ എന്താണെന്നൊക്കെ പഠിച്ചിട്ട് പോകും. അത് അതേ രീതിയിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അതിനൊരു ഡീവിയേഷനും വരുത്താൻ പാടില്ല. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ പ്രൊസീജിയർ ഫോർ സെലക്ഷൻ ഓഫ് എംപ്ലോയീസ്. ഇപ്പൊ ഒരു ഓർഗനൈസേഷന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ സെലക്ഷൻ ഓഫ് എംപ്ലോയീസിന് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആദ്യം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം. ആ സബ്മിറ്റ് ചെയ്തവരുടെ നിന്ന് ബാക്കി സർട്ടിഫിക്കറ്റ്സും ഡോക്യുമെന്റ്സും ഒക്കെ മേടിക്കും. അതെല്ലാം ഒന്ന് നോക്കി എല്ലാം ഇവാലുവേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റിൽ അവർ പാസ് ആകുന്നവരുടെ ഇന്റർവ്യൂവിന് വിളിക്കും. ആ ഇന്റർവ്യൂവിന് വിളിക്കുന്നവർക്ക് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ എന്ന് വെച്ചാൽ അവർക്ക് ഒരു മെഡിക്കൽ ഇഷ്യൂസ് ഒന്നും ഇല്ല എന്ന് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തും. എന്നിട്ട് ഒരു റെഫറൻസ് ടെസ്റ്റ് നടത്തും. എന്ന് വെച്ചാൽ അവരെ കുറിച്ചൊന്ന് അന്വേഷിക്കും ആളുകളോട്. അങ്ങനെയൊക്കെ കൃത്യമായിട്ടുള്ള പ്രൊസീജിയർ ഉണ്ട്. ഇതിലെല്ലാം പാസ്സായി വരുന്നവരെ ജോലിക്ക് എടുക്കുള്ളൂ. അപ്പം അതൊരു പ്രൊസീജിയർ ആണ്. ഒരു ഓർഗനൈസേഷന് അവരുടെ എംപ്ലോയീസിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയർ ആണ്. ആദ്യം ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യണം, പിന്നെ അതിനകത്ത് സർട്ടിഫിക്കറ്റ്സ് സബ്മിറ്റ് ചെയ്യണം. ആ ഒരു ഓർഡറിലേ പോകുള്ളൂ. അഥവാ അല്ലാതെ ആദ്യം ഒരു ഇന്റർവ്യൂ നടത്തും അങ്ങനെ ഒരു ഓർഡറിൽ പോകത്തില്ല. കൃത്യം അതേ ഓർഡറിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അത് നടക്കുള്ളൂ. പ്രൊസീജിയർ മുന്നോട്ട് പോകുള്ളൂ. അപ്പം ഇതാണ് പറയുക. സ്റ്റാൻഡിംഗ് പ്ലാനിൽ ഒരു
ഒരു ടൈപ്പാണ് പ്രൊസീജിയർ അഥവാ നടപടിക്രമങ്ങൾ എന്ന് പറയുന്നത്. പ്രൊസീജിയർ ഡിഫൈൻ ദ എക്സാക്ട് മാനർ ഇൻ വിച്ച് ദ വർക്ക് ഈസ് ടു ബി പെർഫോം. ഒരു വർക്ക് എങ്ങനെയാണ് പെർഫോം ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറയുന്നതാണ് പ്രൊസീജിയറിൽ പറയുക. അപ്പം എന്തൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് പറയുന്നതാണ് പ്രൊസീജിയർ. ഫിഫ്ത്ത്, മെത്തേഡ്സ് അഥവാ രീതികൾ. മെത്തേഡ്സ് പ്രൊവൈഡ് ഡീറ്റെയിൽഡ് and specific guidelines for day-to-day action. Methods is a systematic way of doing routine or repetitive jobs. Methods എന്ന് വെച്ചാൽ പ്രൊസീജിയറിലെ ഓരോ സ്റ്റെപ്പും ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മെത്തേഡ്സിൽ. ലൈക്ക് ഓരോ സ്റ്റെപ്പും പ്രൊസീജിയറിൽ നമ്മളിങ്ങനെ പഠിച്ചു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണെന്ന്, അതിൽ ഓരോ സ്റ്റെപ്പും എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് മെത്തേഡ്സിലൂടെയാണ്. ഏത് മെത്തേഡാണ് യൂസ് ചെയ്യേണ്ടത് ഓരോ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ കണ്ടെത്തുന്നത് മെത്തേഡ്സിലൂടെയാണ്. ഫോർ ദ കറക്റ്റ് മെത്തേഡ് ഫോളോയിങ് ദ കറക്റ്റ് മെത്തേഡ് സേവ്സ് ടൈം, മണി ആൻഡ് ഓൾസോ ഇൻക്രീസസ് എഫിഷ്യൻസി. ഒരു കൃത്യമായുള്ള മെത്തേഡ് ഫോളോ ചെയ്യുവാണെങ്കിൽ സമയവും പണവും അത് എഫിഷ്യൻസി കൂട്ടാനും സഹായിക്കുന്നതാണ്. കൃത്യമായിട്ടുള്ള മെത്തേഡ് നമ്മളുടെ സമയവും പണവും അധികം ചെലവാക്കേണ്ട വരികയില്ല, എഫിഷ്യൻസി കൂടുതലുമായിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇപ്പൊ ഡിപ്രീസിയേഷൻ, മെത്തേഡ് ഓഫ് ഡിപ്രീസിയേഷൻ പല രീതിയിൽ ഫോളോ ചെയ്യുന്നവരുണ്ട്. ചിലവര് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുണ്ട്, ചിലവർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ഫോളോ ചെയ്യുന്നവരുണ്ട്. അത് ഒരു കമ്പനിയുടെ മെത്തേഡാണ്, അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നുള്ളത് ഒരു കമ്പനിയാണ് ഡിസൈഡ് ചെയ്യുന്നത്, ഇതിൽ ഏത് മെത്തേഡ് ഫോളോ ചെയ്യണം എന്നുള്ളത്. അപ്പൊ വിച്ച് മെത്തേഡ് ഈസ് ടു ബി ഫോളോഡ് ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ എന്നുള്ളത് ഒരു കമ്പനിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏത് മെത്തേഡ് ഒരു കമ്പനി യൂസ് ചെയ്യണമെന്ന് കമ്പനിയാണ് ഡിസൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം വേജ് പേയ്മെന്റിൽ എന്ന് വെച്ചാൽ സാലറി ഒക്കെ കൊടുക്കുന്നതിൽ രണ്ട് രീതിയിൽ കൊടുക്കാറുണ്ട് വേജുകള്. ഒന്നാമത്തെ ടൈം റേറ്റ് സിസ്റ്റവും പീസ് റേറ്റ് സിസ്റ്റത്തിലും കൊടുക്കാറുണ്ട്. നിങ്ങൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടാവും ടൈം റേറ്റ് സിസ്റ്റത്തിലും പീസ് റേറ്റ് സിസ്റ്റത്തിലും ഒക്കെ വേജസ് കൊടുക്കുന്നത്. അപ്പം അതിൽ ഏത് രീതിയിൽ കൊടുക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്നത് കമ്പനിയാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ളതിൽ ഏത് മെത്തേഡ് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നതാണ് മെത്തേഡ്സിൽ പറയുക. അപ്പൊ മെത്തേഡ്സ് പ്രൊവൈഡ് എ ഡീറ്റെയിൽഡ് ആൻഡ് സ്പെസിഫിക് ഗൈഡ് ലൈൻസ് ഫോർ ഡേ ടു ഡേ ആക്ഷൻസ്. ഓരോ ദിവസവും എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നും പ്രൊസീജിയറിലെ ഓരോ സ്റ്റെപ്പും ഏത് രീതിയിലാണ് ചെയ്യേണ്ടത് എന്നും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ് മെത്തേഡ്സിൽ പറയുക. അപ്പം മെത്തേഡ്സ് എന്ന് പറഞ്ഞാൽ ഏത് രീതികളാണ് പറയുന്നത്, ഏത് രീതിയിലാണ് ഓരോന്നും ഫോളോ ചെയ്യേണ്ടത് എന്നാണ് മെത്തേഡ്സിൽ പറയുക. അടുത്തത് റൂൾസ്. റൂൾസ് എന്ന് പറഞ്ഞാൽ നിയമങ്ങൾ, ചട്ടങ്ങൾ എന്നൊക്കെ പറയാം, വ്യവസ്ഥകൾ എന്നൊക്കെ പറയാം. റൂൾസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും. റൂൾസ് എന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എന്താണ് റൂൾസ്? ലൈക്ക് കുറെ റൂൾസ് നമ്മൾ ഓരോ ദിവസവും കുറെ റൂൾസ് ഒക്കെ ഫേസ് ചെയ്യാറുണ്ട്. കുറെ റൂൾസ് ഒക്കെ നമ്മൾക്ക് അറിയാം. റൂൾസ് എന്താണ്? റൂൾസ് are the prescribed guidelines for conducting an action. They specify what should be done and what not to be done in a given situation. ഓരോ സിറ്റുവേഷൻസിൽ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ പറയുന്നതാണ് റൂൾസിൽ പറയുക. ആ ഗൈഡ്ലൈൻസ് ഫോളോ ചെയ്ത് മാത്രമേ നമുക്ക് ആ ആക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പൊ ഓരോ രീതിയിലും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ കൃത്യമായിട്ട് പറയുന്നതാണ് റൂൾസ്. ഇപ്പൊ ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചാണെങ്കിൽ നോ സ്മോക്കിംഗ് ഇൻസൈഡ് ദ ഓഫീസ് ഓപ്പൺസ് അറ്റ് 10 AM, നോ എൻട്രി, നോ അഡ്മിഷൻ, യൂസിങ് മൊബൈൽ ഫോൺ ഡ്യൂറിങ് ഓഫീസ് അവേഴ്സ് ഇസ് പ്രൊഹിബിറ്റഡ് എന്നൊക്കെ പറയുന്നത് ആ ഓഫീസിന്റെ റൂൾസ് ആണ്. എന്ന് വെച്ചാൽ പുകവലി പാടില്ല, ഓഫീസിനകത്ത് പുകവലിക്കാൻ പാടില്ല, ഓഫീസ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, പുറത്തുനിന്നുള്ള ആൾക്കാർക്ക് പ്രവേശനമില്ല, മൊബൈൽ ഫോൺസ് ഓഫീസ് പ്രവർത്തന സമയത്ത് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെ പറയുന്നത് ഒരു ഓർഗനൈസേഷന്റെ റൂൾസ് ആണ്. ഇപ്പൊ നിങ്ങളുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ യൂണിഫോം ധരിക്കുക, രാവിലെ 9 മണിക്ക് വരികണം, മൊബൈൽ കൊണ്ടുവരാൻ പാടില്ല, ഇതൊക്കെ സ്കൂളിന്റെ റൂൾസ് ആണ്. അപ്പം റൂൾസ് എന്ന് പറഞ്ഞാൽ അത് ഗൈഡ് ലൈൻസ് ഫോർ കണ്ടക്ടിങ് ആൻ ആക്ഷൻ. ഒരു കാര്യം കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഗൈഡ് ലൈൻസ് ആണ് റൂൾസ് എന്ന് പറയുക. അപ്പം എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ നമ്മൾ കണ്ടെത്തുന്നത് റൂൾസിനെ ബേസ് ചെയ്താണ്. അപ്പം